ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു തന്തൂരി ചിക്കൻ ഫ്രൈ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. വീട്ടിലുള്ള ചെറിയ ചെറിയ ചേരുവകൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു തന്തൂരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് വരാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചേക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളപ്പോൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ ചിക്കനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകണം. ഒരു 3 വെള്ളത്തിലെങ്കിലും നന്നായിട്ട് കഴുകണം. അതിനുശേഷം നമുക്ക് ഈ പീസൊക്കെ വരയണം. തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഫ്രൈൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി അടുത്ത് വരയിടണം. നമ്മളെല്ലാ ചിക്കൻ പീസും വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഇടുകയാണ്. മസാല ഇട്ട ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മസാല ഇടാൻ പോവുകയാണ്. ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ പൊഴിക്കാൻ പോണത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മസാല നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കും. 1 മണിക്കൂർ മിനിമം വയ്ക്കണം. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെച്ചാൽ ടേസ്റ്റ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റൊക്കെ കൂടും. 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. 1 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. നമ്മളിനി അടുത്ത് ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. മുങ്ങിപ്പൊരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഒരു സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാൾട്ട് ബട്ടറും കൂടെ ചേർക്കുകയാണ്. എന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ചെറിയൊരു കഷ്ണം സാൾട്ട് ബട്ടർ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഇടും. പാൻ ചൂടായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് എണ്ണമേ നമ്മൾ ഒഴിക്കുള്ളൂ. ഇത്ര എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സാൾട്ട് ബട്ടർ ഇട്ട് കൊടുത്തു. ഇതൊന്ന് അലിഞ്ഞ് എണ്ണയിൽ പിടിക്കുന്നവരെ നമ്മൾ ഇതിലേക്ക് ഞെക്കി കൊടുക്കണം. ബട്ടർ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിനി ഓരോ പീസ് വെച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് തിരിച്ചിടാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തെടുക്കാം. ഫ്രൈ ചെയ്ത പീസുകളൊക്കെ നമ്മൾ ഈ പാത്രത്തിലേക്ക് സ്മോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ചാർക്കോളിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചിരട്ടക്കരിയാണ്. ഇത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ നല്ല സ്മോക്ക്ഡ് എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിത് ആദ്യം ചൂടാക്കാം.
ചൂടാക്കിയ കനൽ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് അടച്ചു വയ്ക്കും. ഏകദേശം സ്മോക്കൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി തുറക്കാം. അടിപൊളി മണമാണ് ഇന്ന് വരുന്നത്, ഒരു രക്ഷയില്ല. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് എന്നിട്ട് ഓരോ പീസ് എടുത്ത് പ്ലേറ്റിൽ വയ്ക്കാം. നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ കഴിച്ചു നോക്കാൻ പോവുകയാണ്. ഇത് നല്ലൊരു പീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ചു നോക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പറാണ്, സൂപ്പറായിട്ടുണ്ട്, പൊളി സാധനം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നല്ല സ്മോക്ക്ഡ് ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്, നല്ല എരിവുണ്ട്. നല്ലൊരു നമ്മളിപ്പോൾ ഷോപ്പിൽ കിട്ടുന്നതിൻ്റെ അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ഒരു നല്ലൊരു തന്തൂരി ചിക്കൻ തന്നെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു തന്തൂരി ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ, ബൈ ബൈ.